ജോളി, കൂട്ടൊക്കെ നല്ലതാ, കൂട്ടുകാരനെ സഹായിക്കുന്നത് നല്ലതാ. അത് ഉത്തരക്കടലാസ് കാണിച്ചു കൊടുത്തിട്ടല്ല. കോപ്പി അടിക്കുന്നതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? കോപ്പി അടിക്കുന്നവനും കോപ്പി അടിക്കാൻ സഹായിക്കുന്നവനും ഒരുപോലെ ശിക്ഷാർഹരാണ്. അവനവൻ പഠിച്ചെഴുതുന്നതാണ് പരീക്ഷ. കൂട്ടുകാരനെ നീ സഹായിക്കുമ്പോ നശിക്കുന്നത് അവനാണ്. ഇനി ആവർത്തിച്ച പരീക്ഷ എഴുതിക്കില്ല. ഇരിക്ക്. ജോളി, ജോളി, എഴുതി കഴിഞ്ഞോ? രാജേഷ് എഴുതി കഴിഞ്ഞോന്ന്. കഴിഞ്ഞെങ്കിൽ തന്നേക്ക്. ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവന് വേണ്ടി നീ എന്നെ തല്ലി. പിന്നതേ ഇവനെ. അന്ന് ഞാൻ നിന്നെ തല്ലാതിരുന്നതേ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാ. ദേ അവൻ വരുന്നുണ്ട്. ജോളിയേട്ടാ, ജോളിയേട്ടാ, എനിക്ക് 100 മാർക്ക് കിട്ടിയല്ലോ. ദേ രാജേട്ടൻ, നമുക്ക് അങ്ങോട്ട് പോവാം. രാജേട്ടാ, മോക്ക് 100 മാർക്ക് കിട്ടിയല്ലോ. ഇത്തവണ നിന്റെ ചേട്ടനെ വട്ടപൂജ്യം കിട്ടുമെന്നാ തോന്നണേ. പോടാ അവിടുന്ന്. ഇവന് ഞാൻ വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? വാ വാ. പതുക്കെ കേറടി വണ്ടിയില്. എന്തിനെങ്ങനെ ദേഷ്യം? അവന് കേറിക്കോട്ടെ. ചേട്ടാ വണ്ടി എടുക്ക. വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എന്നെ വഴക്ക് പറയും. നിങ്ങളോട് വണ്ടി എടുക്കാനാ പറഞ്ഞേ. കഷ്ടമുണ്ട്. സാരമില്ലടാ, വാ പോവാ. പരീക്ഷ എളുപ്പമായിരുന്നോ? എന്താ മോനെ? എന്താ മോനെ, എന്താ പറ്റിയത്? പറ മോനെ, മോനെ പറ, എന്താ പറ്റിയത്? സ്കൂളില് വീണത് അമ്മ. എങ്ങനെ വീണേ? അത് ഒന്ന് സത്യം പറ മോനെ, എങ്ങനെ വീണേ? അത് രാജേഷ് തള്ളിയിട്ടത് അമ്മ. രാജേഷോ? എന്തിനാ മോനെ? എനിക്ക് അറിയില്ല അമ്മ. ഈ കൈയും വെച്ചോണ്ട് എന്റെ മോനിനെ എങ്ങനെ പരീക്ഷ എഴുത? എന്റെ കർത്താവേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വേദനിക്കുന്നുണ്ടോ മോനെ? അമ്മ മരുന്ന് വെച്ചേരാം. വാ, നമുക്ക് സന്ധ്യച്ചിട്ട് വീട്ടിൽ പോവാം.
ഡാ ഈ ബ്ലഡ് കണ്ടോ നീ? ഈശ്വര, ഇനി അവന്റെ തലയ്ക്ക് വല്ലതുമാണ് മുറിവ്. എടി നീ കണ്ടോടി? ഇല്ല, ഞാൻ കണ്ടില്ല മമ്മി. രാജേഷേ, മമ്മിയുടെ ക്ഷമ പരീക്ഷിക്കരുത്. സത്യം പറഞ്ഞു, ഇങ്ങോട്ട് മാറി നിക്ക. അവിടെ നിൽക്കും. കെട്ടട കൈ. അനങ്ങി പോകരുത്. പപ്പ വരട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. നോക്കിക്കോ. നീ എന്തിനാടി മോങ്ങളെ? വാ, വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. പപ്പ എന്താടാ? പപ്പ മോക്കിന്ന് 100 മാർക്ക് കിട്ടി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇവനെന്ത് പറ്റി? ചേട്ടൻ വന്ന് ചായ കുടിക്കും. ഓ, മമ്മി മോനുമായിട്ട് ഇന്നും ഗുസ്തി ഉണ്ടായോ? ഞാനായിട്ടല്ല, ഇന്ന് ഗുസ്തി സ്കൂളിലാ. എന്തു പറ്റി? ചേച്ചി എന്താടാ? വരൂ മേരി. അയ്യോ, എന്താ മോനെ ഇത്? എന്തു പറ്റി? ഇവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? പറയും മോനെ. വീണതാ. കണ്ടില്ലേ നിങ്ങളുടെ മോൻ ചെയ്തു വെച്ചേക്കണത്? എന്താ മേരി ഉണ്ടായേ? ഇവനോട് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. നിനക്കെങ്കിലും അറിയോ എന്താ ഉണ്ടായെന്ന്? ഈ കയ്യും വെച്ച് എന്റെ മോൻ നാളെ എങ്ങനെ പരീക്ഷ എഴുതുമെന്ന് എനിക്കറിയില്ല. സ്കൂളിലെ ഹെഡ് മാഷിനോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. വിഷമിക്കണ്ട, ഞാൻ നാളെ എച്ചമ്മനെ കണ്ട് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. സന്ധ്യേ, നീ ഒന്ന് ജോളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വേണ്ട സാറേ, ഞാൻ പച്ചമരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായില്ല, ഡോക്ടറെ കാണിക്കണം. നീ ചെല്ലേ. വാ മോനെ. ആ ചേട്ടാ, ഉം. ഇനി അവനോട് ദേഷ്യപ്പെടണ്ട കേട്ടോ. ചെല്ലേ. ഇവിടെ വാടാ. വാ. നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ, പണ്ടാരോ നുള്ളിയ കൂമ്പുതളിർക്കുന്നേ. നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ, പണ്ടാരോ നുള്ളിയ കൂമ്പുതളിർക്കുന്നേ. അയലത്തെ കൂട്ടിലെ പ്രാവു കുറുകുന്നേ, അക്കരെ പോയോരൻ ദേവൻ വന്നീലന്നേ. കാണാമറയത്ത് പറയണ കണ്ടൻ ദേവൻ, പറയും ബാബൂറുമാല് ചുഴക്കാണ് കണ്ടൻ ദേവൻ. കാണാമറയത്ത് പറയണ കണ്ടൻ ദേവൻ, പറയും ബാബൂറുമാല് ചുഴക്കാണ് കണ്ടൻ ദേവൻ. ആനത്തെ ചന്ദ്രനോ മാറാത്ത് മറയുന്നേ, ഇടനെഞ്ചിലോരോന്ന് പൊട്ടിക്കരയുന്നേ, ഇടനെഞ്ചിലോരോന്ന് പൊട്ടിക്കരയുന്നേ. നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ, നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ, നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ സാർ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ പഠിച്ചു വളർന്ന തട്ടകത്തിലേക്ക് വരാൻ ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ മാഷെ? എന്തു പറ്റി ജോളി? എനിക്കൊരു തെറ്റുപറ്റി. എന്റെ മോന് പറ്റിയതാ മാഷെ. അത് എനിക്ക് പറ്റിയ പോലെയാണല്ലോ.
അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയാ, മാഷ് എന്നെ ഒന്ന് സഹായിക്കണം. മക്കൾ ക്ലാസ് പോയിക്കോ. ഈ കൈ കൊണ്ട് ജോളിക്ക് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. എനിക്ക് HM-നെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ, അതിന് അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ഒഫീഷ്യലായിട്ട് ട്രിവാൻഡ്രം വരെ പോയിരിക്കുക. ഓഹോ, എങ്ങനെയൊന്ന് കോണ്ടാക്ട് ചെയ്യാം? HM ഒരു നമ്പർ തന്നിരുന്നു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 0471 380177. ഹലോ, വാസുദേവൻ സാറിനെ ഒന്ന് കിട്ടുമോ? ഇത് സ്കൂളിൽ നിന്നാ. ഞാൻ ഹരീന്ദ്രനാണ് സാർ. ഒരു റിക്വസ്റ്റുമായിട്ടാണ് വിളിച്ചത്. രാജേഷിന്റെ കയ്യിൽ നിന്നും ഒരു അബദ്ധം പറ്റി. ജോളിയുടെ കൈ ഒന്ന് മുറിഞ്ഞു. കുറച്ച് ഡീപ്പാണ്. എങ്ങനെ എക്സാം എഴുതിക്കുന്നുള്ളതിനെ പറ്റിയാ. ഹലോ, അതെ സർ. ഓക്കെ സർ, ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ സാറിരിക്കും, ഞാനിപ്പോ വരാം. നീ എന്തിനാ വിഷമിക്കുന്നേ? നല്ലോണം പഠിച്ചിട്ടില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? ഞാൻ അന്വേഷിച്ചു സർ. ഓപ്ഷണൽ റൈറ്ററെ വെച്ച് എഴുതിക്കാനേ പറ്റുള്ളൂ. അത് മുതിർന്ന ക്ലാസ്സിലെ കുട്ടിയാകാനും പാടില്ല, എക്സാം ഹാളിൽ ഇരുത്താനും പറ്റില്ല. അതാണ് റൂൾസ്. ഓ, 4th ഡിയിൽ ഉണ്ണികൃഷ്ണൻ ഇന്ന് എക്സാം ഇല്ലല്ലോ? ഇല്ല. അവനൊന്ന് വിളിക്കൂ. വിളിക്കാൻ സർ. ഞാനിപ്പോ വരാം. ജോളി വാ. എന്താ ഗായത്രി ഇവിടെ? ഉഷക്കുട്ടി പറഞ്ഞയച്ചു തന്നെ. ജോളിമോന്റെ വിശേഷം അറിഞ്ഞിട്ട്. ഉഷ എവിടെ? മഞ്ജു ചേച്ചിയുടെ മൂന്തേട്ടന്റെ മരണ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെല്ലാൻ ഏതോ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, അങ്ങോട്ട് പോയതാ. പാവം കുട്ടി. ജോളിമോൻ അവന് എഴുതാൻ പറ്റുമോ? ദാ അവിടെ എക്സാം നടന്നോണ്ടിരിക്കുകയാണ്. എന്റെ മോന് പരീക്ഷ എഴുതാൻ. വിഷമിക്കണ്ട, പരീക്ഷ എഴുതാണ്. വിവരം അറിഞ്ഞപ്പോ ഉഷക്കുട്ടി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. വേണ്ടത് ചെയ്തോളാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ മേരി. സന്ധ്യേച്ചി? അവക്കും വളരെ വിഷമമായി. അതാ ഞാൻ മോനെയും കൊണ്ട് പോന്നെ. തലയിൽ വെച്ച ചുമട് ഉറയ്ക്കാതെ വന്നപ്പോ എന്റെ കൊച്ചിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഭാര്യ കഴിക്കാൻ പോലും അവന് പറ്റില്ലല്ലോ. അതാ ഞാൻ ഓടി വന്നത്. അവന് എഴുതാൻ പറ്റുമോ സാറേ? മേരി വരൂ, അവ എക്സാം എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം. ദേ, മേരിക്കിപ്പോ സമാധാനമായില്ലേ?